ഹായ് ഫ്രണ്ട്സ്, സാപ്പിടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് മനോരമ മാക്സ് വഴി ഒരു ആന്തോളജി സീരീസ്, ഒരു മലയാളം ആന്തോളജി സീരീസ് റിലീസ് ചെയ്തു. ഹെർ എന്നാണ് ഈ ഒരു സീരീസിന്റെ പേര് വരുന്നത്. അപ്പോൾ ഈ ഒരു സീരീസ് കണ്ടു. ഈ സീരീസിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. സീരീസിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത് ഉർവശി, പ്രതാപ് പോത്തൻ, ഐശ്വര്യ രാജേഷ്, ഗുരു സോമസുന്ദരം, രമ്യ നമ്പീശൻ, രാജേഷ് മാധവൻ, റോണി ഡേവിഡ്, പാർവതി തിരുവോത്ത്, ലിജോമോൾ ജോസ്, മാല പാർവതി എന്നിവരൊക്കെയാണ് ഈ സീരീസിൽ, ഈ ആന്തോളജി സീരീസിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ലിജിൻ ജോസ് ആണ് ഈ സീരീസ് സംവിധാനം ചെയ്തിട്ടുള്ളത്. മൊത്തം 5 കഥകളാണ്, 5 സ്ത്രീകളുടെ കഥകളാണ് ഈ ഒരു സീരീസിൽ പറഞ്ഞു വെക്കുന്നത്, ആന്തോളജി സീരീസിൽ പറഞ്ഞു വെക്കുന്നത്. 5 സ്റ്റോറികളാണെങ്കിലും പരസ്പരം ബന്ധങ്ങളൊന്നുമില്ല, പക്ഷെ ആ ഒരേ ടൈമിൽ നടക്കുന്ന 5 കഥകളായിട്ടാണ് ഈ ഒരു 5 കഥകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സീരീസിന്റെ എന്താ പറയുക, അഭിനയിച്ചവരൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ലെജൻസ് ആണ്. ലെജൻസ് പറഞ്ഞാൽ എല്ലാവരും തെളിയിച്ചവരാണ്. അഭിനയം സംഭവങ്ങളൊക്കെ തെളിയിച്ചവരാണ് അവരെല്ലാവരും എന്നുള്ളതാണ്. അപ്പോൾ ഉർവശി ആയിക്കോട്ടെ, പാർവതി തിരുവോത്ത് ആയിക്കോട്ടെ, രമ്യ നമ്പീശൻ ആയിക്കോട്ടെ, ലിജോമോൾ ജോസ് ആയിക്കോട്ടെ, ഐശ്വര്യ രാജേഷ് ആയിരിക്കോട്ടെ, എല്ലാവരും പെർഫോമൻസുകൾ എന്താ പറയുക മോശമാക്കില്ല എന്നുള്ളതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഒരിക്കലും മോശമായിട്ടില്ല പെർഫോമൻസുകളൊന്നും. പിന്നെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ഏതാണെന്ന് നോക്കാം. എൻ്റെ ഒപ്പീനിയൻ ആണല്ലോ, അപ്പോൾ മൈ ഒപ്പീനിയൻ. അപ്പോൾ എനിക്കിഷ്ടപ്പെട്ട സ്റ്റോറി ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഇതിൽ ഉർവശിയും പ്രതാപ് പോത്തനും, ഉർവശിൻ്റെ സ്റ്റോറി ഉണ്ട്. ഉർവശിയും പ്രതാപ് പോത്തനും പെയറായിട്ട് വരുന്ന ഒരു സ്റ്റോറിയാണ്. അത് നല്ല രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ഫസ്റ്റ് മുതൽ അവസാനം വരെ നല്ല രസമുണ്ടായിരുന്നു. അവരുടെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊന്നും ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ലിജോമോൾ ജോസിൻ്റെ ആ ഒരു സ്റ്റോറിയാണ്, സാറ്റിസ്ഫാക്ഷൻ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. പേര് പോലെ തന്നെ ഈ ഒരു ആന്തോളജി സീരീസിന്റെ പേര് പോലെ തന്നെ ഹെർ സ്റ്റോറിയാണ്, സ്ത്രീകളുടെ കഥകളാണ്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും ഈ കഥകളൊക്കെ കണക്റ്റ് ആവുക സ്ത്രീകൾക്ക് തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ആണുങ്ങളെ അടിച്ചാക്ഷേപിക്കുന്ന പല സംഭവങ്ങളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതൊക്കെ പോട്ടെ, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറയല്ലോ, സ്ത്രീകൾക്കാണ് ഈ സീരീസ് കൂടുതൽ കണക്റ്റ് ആവുക എന്നുള്ളത്. ആൺവർഗ്ഗങ്ങളെ അടിച്ചാക്ഷേപിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, പക്ഷെ അതിലൊരു വേർത്ത് വെക്കുന്ന ഒരു സംഭവം എന്നുള്ളത് രമ്യ നമ്പീശിന്റെ ആ ഒരു സ്റ്റോറി ആയിരുന്നു. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. രമ്യ നമ്പീശൻ, രാജേഷ് മാധവനൊക്കെ ഉള്ള, റോണി ഡേവിഡൊക്കെ ഉള്ള ആ ഒരു സ്റ്റോറി അത് രസത്തിൽ തന്നെ ചെയ്തിട്ടുണ്ട് അവര്. അതൊന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു സംഭവമായിരുന്നു. പിന്നെ പാർവതി തിരുവോത്തിന്റെ ലാസ്റ്റ് ഒരു സ്റ്റോറി വരുന്നുണ്ട്, പക്ഷെ അത് എന്തിന് ഫസ്റ്റിലത്തെ ആ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതുപോലെ തോന്നിയതല്ല, അതിനു വേണ്ടി ചെയ്തതായിട്ട് ഇനിയാണ്. എന്തെങ്കിലും ഒരു സംഭവമാണല്ലോ, ഒരു കൺക്ലൂഷൻ, ഒരു അവസാനം വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി ചെയ്തതുപോലെയാണ് എനിക്ക് പാർവതി തിരുവോത്തിന്റെ ആ ഒരു സ്റ്റോറി ചെയ്തത്. വെറുതെ കുറച്ച് വലിച്ചു നീട്ടി കൊണ്ടുപോയാൽ തോന്നിയത്. മൊത്തം ടോട്ടൽ നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയൊരു താല്പര്യം തോന്നിയില്ല. കാരണം വെച്ചാൽ സംഭവം 1 മണിക്കൂർ 37 മിനിറ്റുള്ള സീരീസിന്റെ, ഈ ഒരു ആന്തോളജി സീരീസിന്റെ 5 കഥകൾ കൂടി 1 മണിക്കൂർ 37 മിനിറ്റുള്ള സീരീസിന്റെ ദൈർഘ്യം വരുന്നത്. ജസ്റ്റ് വാച്ചബിൾ, കണ്ടിരിക്കാം, അത്രയേ ഉള്ളൂ. ഇത്രയും ആൾക്കാരെ, ഇത്രയും ലെജൻസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ കൈ കിട്ടിയിട്ട് ഇത് തന്നെ കുറച്ചുകൂടി ഒന്ന് പൊലിപ്പിച്ചൊന്ന് സെറ്റാക്കി ഒരു അടിപൊളിയാക്കി സ്റ്റോറി ചെയ്യാമായിരുന്നു എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായമായിരുന്നു. അതായത് ഉർവശി, പാർവതി തിരുവോത്ത്, രമ്യ നമ്പീശൻ, ലിജോമോൾ ജോസ്, ഐശ്വര്യ രാജേഷ്, പ്രതാപ് പോത്തൻ, രാജേഷ് മാധവൻ, ഇവരെല്ലാവരെയും കൈ കിട്ടിയിട്ട് എന്താ എടുത്ത് വെച്ചിരിക്കുക. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ കണക്ട് ആവുക സ്ത്രീകൾക്കാണ്. എനിക്ക് അത്ര അങ്ങോട്ട് കണക്ട് ആയിട്ടില്ല ഈ ഒരു സംഭവം എന്നുള്ളത്. പിന്നെ ജസ്റ്റ് വാച്ച് ചെയ്യാം. 1.5 മണിക്കൂറേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് വാച്ച് ചെയ്യാം. ഇവർ പറയാൻ ഉദ്ദേശിച്ച ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെ ഒന്നുകൂടി ഒന്ന് പൊലിപ്പിച്ച് ചെയ്യാമായിരുന്നു തോന്നുന്നു. ഇത്ര ആൾക്കാരെ കിട്ടിയിട്ട് ഒന്നുകൂടി ഒന്ന് പൊലിപ്പിച്ച് ചെയ്തിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നു തോന്നുന്നു. പിന്നെ 5 ചെറുകഥകളാണ്. 5 ചെറുകഥകൾ, അതിനെയായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ആ ചെറുകഥകളെ ചെറിയ ആ ഒരു സ്പേസിൽ നിങ്ങൾക്ക് ഉള്ളിലേക്ക് എത്തിക്കുക എന്നുള്ളത്, അതായിരിക്കും അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാകുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഹെർ മനോരമ മാക്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും